സൈപ്രസിൽ നിന്ന് നമ്മൾ UK വണ്ടി ഓടിച്ച് പോവാണ്. സൈപ്രസിന്റെ ഉള്ളിൽ UK ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എനിക്കറിയത്തില്ലായിരുന്നു. അതെ നോക്കി ഇത് കണ്ട ഉടുപ്പ മാന്തി കയറുന്നു. എടാ ഉടുപ്പ് ചീത്തയാക്കരുത് എന്റെ. സോ ദിസ് വീഡിയോ ഈസ് ഡെഡിക്കേറ്റഡ് ടു കാറ്റ് ലവേഴ്സ് ഗൈസ്. ഇതിനെ പിള്ളേരെ എടുക്കുന്ന അവിടെ നോക്കാം. ഇവിടെ നോക്കി ഇവിടെ. May they be blessed by your presence, by your guidance. Amen. ഇവിടെ മിക്കവാറും പണിയാവും കേട്ടോ. ഇമിഗ്രേഷൻ. വെൽക്കം ടു ആംസ്റ്റർഡാം. രാവിലെ ഞങ്ങള് താമസിക്കുന്ന നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ആ 120 കിലോമീറ്ററിൽ നമ്മൾ എത്ര ഓൾമോസ്റ്റ് 60 കിലോമീറ്റർ 40 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച് നമ്മളിവിടെ എത്തി. അടിപൊളി റോഡ്. ഇനി ഒരു 45 മിനിറ്റ്സ് അത്രയും കൂടെ ഉണ്ട്. 63 കിലോമീറ്റർ പോകാൻ 49 മിനിറ്റ് മതി ഇനി ബാക്കി. ഞങ്ങളിപ്പോ ലിമാസോൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ആ ഹൈവേയിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും നമുക്കിങ്ങനെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു വലിയ സിറ്റി കാണാം. അതായത് ഇവരുടെ ക്യാപിറ്റൽ നിക്കോസിയ ആണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നിക്കോസിയനെക്കാട്ടി വലിയ കെട്ടിടങ്ങളും മറ്റുമൊക്കെയുള്ള ഒരു പുതിയ സിറ്റി ലിമാസോൾ ആയിരിക്കണം. ഇത് കണ്ടോ, നോക്കി കണ്ടോ, യുണൈറ്റഡ് കിങ്ഡം. അതായത് ഈ കാണുന്ന റോഡിന്റെ അപ്പുറത്ത് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ സ്ഥലമാണെന്നാണ് കാണിക്കുന്നത്. ദൈവമേ, ഇതിനകത്ത് UK താമസിക്കുന്ന ആൾക്കാരുടെ വീടുകൾ. വാവ്. പക്ഷെ അവർക്ക് UK പാസ്പോർട്ട് പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ ഡ്രൈവർ മാറി എന്താണെന്നല്ലേ. യെസ്, UK എത്തിയപ്പോഴത്തേക്കും പുള്ളിക്ക് വണ്ടി ഓടിക്കട്ടെ, ഞാൻ ഓടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ UK എത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഇതെന്താ സംഭവം എന്ന് പറയട്ടെ. ഇവിടെ അക്രോത്തിരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് അക്രോത്തിരി ആൻഡ് ദക്കേലിയ. ഈ സൈപ്രസ് എന്ന് പറഞ്ഞ ഈ ഒരു രാജ്യത്ത് ബ്രിട്ടൻ്റെ 2 സോവറിൻ ബേസ് ഉണ്ട്. അതിലൊന്ന് അക്രോത്തിരി, അത് സൈപ്രസിലുണ്ട്. 2 ദക്കേലിയ, ഇത് മറ്റേ തുർക്കിയുടെ ഭാഗത്തുള്ള സൈപ്രസിലുണ്ട്. ഈ സാധനങ്ങൾ രണ്ടതും 1960 ട്രീറ്റി ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ ആ ഒരു ട്രീറ്റിയുടെ സമയത്ത് യുണൈറ്റഡ് കിങ്ഡം, ഗ്രീസ്, പിന്നെ തുർക്കി, പിന്നെ പ്രസിഡന്റ് ഓഫ് സൈപ്രസ് ആൻഡ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ടർക്കിഷ് സിപ്രിയോട്ടിക് കമ്മ്യൂണിറ്റി, ഇത്രയും ആൾക്കാർ ചേർന്ന് നിർമ്മിച്ച ഒരു ട്രീറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ UK സ്ഥലവും UK മിലിറ്ററി ബേസും സ്ഥിതി ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞു, ഇതൊരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. വളരെ ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ തന്നെയാണ്. അതായത് എല്ലാ കാര്യത്തിലും ഇതൊരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. അപ്പോൾ ഇവരുടെ ഈ പട്ടാളത്തിൻ്റെ അതേപോലെ തന്നെ എയർഫോഴ്സിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളുടെയൊക്കെ നിയന്ത്രണങ്ങൾ, മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻസും പിന്നെ ആഫ്രിക്കൻ ഓപ്പറേഷൻസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഓപ്പറേഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൈപ്രസിൽ ഈ ബ്രിട്ടീഷുകാരുടെ ഒരു ആർമി ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഡ്രൈവ് ചെയ്ത് വരുന്ന വഴിക്ക് ധാരാളം മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് കാണാം. അവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയൊരു സോൾട്ട് ലേക്ക് ഉണ്ട്, അവിടെ ഡ്രോൺ പറത്താൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ ലിറ്ററലി അത് കുറച്ച് സെൻസിറ്റീവ് ഏരിയാസ് ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ മൊത്തം പൂച്ചകളാണ് സാർ. പൂച്ച സാറന്മാരുടെ മൊണാസ്ട്രി, ദ ക്യാറ്റ് മൊണാസ്ട്രി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കിനും UK പോലീസിൻ്റെ വണ്ടി കണ്ടു. നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇമിഗ്രേഷനോ കസ്റ്റംസോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമ്മൾ സാധാരണ വരുന്ന പോലെ തന്നെ വരുന്നു. പക്ഷേ ഇവിടെ UK ഒരു ഏരിയ തിരിച്ച് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മാഹി എങ്ങനെയാണ് മാഹി അതേപോലെ. പക്ഷെ മാഹിയിൽ വേറെ ഭരണകൂടം ഉണ്ടെങ്കിലും മാഹിയും ഓഹോ താക്കോട് കേറി വന്നോ വണ്ടിയുടെ മേളിലോട്ട്. ഇത് വരുവാ പൂച്ചകളൊക്കെ. ഇത് മൊത്തം പൂച്ചകളുടെ സ്ഥലം. വാ കേറ്, കേറ്. അതെ, ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. പാവങ്ങള് നമ്മുടെ കയ്യിൽ ഫുഡൊന്നും ഇല്ലാണ്ട് കൊടുക്കാൻ. നമ്മളവിടെ UK ഫിഷ് ആൻഡ് ചിപ്സും കണ്ടായിരുന്നു. UK ഫിഷ് ആൻഡ് ചിപ്സ്, പിന്നെ UK സ്റ്റൈലിലുള്ള പബ്ബുകൾ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ, ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ കണ്ടു. അപ്പോൾ നമ്മൾ മാഹിയിലുള്ളത് പോലെ. പക്ഷേ മാഹി എൻറ്റയർലി ഡിഫറെൻറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഹി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് അവിടെ പോയി വരാനോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കത്തില്ലേ. അപ്പോൾ ഇവരുടെ എഗ്രിമെൻറ്റ് പ്രകാരം ഇവിടുത്തെ ഈ നാട്ടിലെ ജനതയെ ഉപദ്രവിക്കാതെ അവരുടെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റിന് യാതൊരുവിധ ബുദ്ധിമുട്ടും വരുത്താത്ത രീതിയിൽ വേണം ഇത് ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ഒരു എഗ്രിമെൻറ്റ്. അപ്പോൾ ഇതിനകത്തും ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങളും ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ട്, മൊണാസ്ട്രീസ് ഉണ്ട്, ധാരാളം ആൾക്കാർ താമസിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ഇവരുടെ ബ്രിട്ടീഷ്
സൈന്യത്തിൻ്റെ പട്ടാളക്കാരുടെ വീടുകളും ബാക്കിയുള്ള സംഭവങ്ങളും മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ്സും അങ്ങനെ പരിപാടികളൊക്കെയാണ്. ഇവിടുത്തെ സൈന്യം UK ഫോഴ്സ് UN പീസ് കീപ്പിംഗ് ഏജൻസിനെ സഹായിക്കുന്ന രീതിയിലുള്ള കുറച്ച് ആൾക്കാരും അങ്ങനത്തെ പരിപാടികൾ ഇവിടെയുണ്ട്. ഇതൊരു മൊത്തത്തിലൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഒരു സോവറിൻ ബേസ് ഏരിയ ഇവിടെ സൈപ്രസിൽ ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ലിറ്ററലി ഈ ശരിക്ക് വളരെ സ്ട്രാറ്റജിക് ലൊക്കേഷനിലുള്ള ഒരു ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദീസ് ഏരിയസ് ആർ അഡ്മിനിസ്ട്രേഡ് ബൈ സോവറിൻ ബേസ് ഏരിയ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ UK മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ലിറ്ററലി ഇവിടെ ഇവരുടെ റൂൾസ് ഉണ്ട്. പക്ഷേ സൈപ്രസ് ആണ് ഫൈനൽ അതോറിറ്റി. നിങ്ങൾക്ക് UK വിസ ഇല്ലാണ്ട് UK ചെല്ലണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ സൈപ്രസിലോട്ട് വന്നാൽ മതി. പക്ഷേ സൈപ്രസിലോട്ട് വരണമെങ്കിൽ ഷെങ്കൻ വിസ കിട്ടണം, അല്ലെങ്കിൽ സൈപ്രസ് വിസ കിട്ടണം. അത് അതിലും പാടാം. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടപ്പോഴത്തേക്കിന് 1 2 3 എല്ലാവരും ഇങ്ങനെ നടക്കുക. എല്ലാം നല്ല അടിപൊളി യമണ്ടം പൂച്ചകളാണ് കേട്ടോ. എന്തോരം പൂച്ചകളാന്ന് നോക്കി. പാർക്കിങ്ങിൽ തന്നെയുണ്ട് കുറേ പൂച്ചകൾ. നോക്കി അവിടെ മറ്റേ ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ, ക്യാറ്റ്സ് കോർണർ. അവന്മാർ ആദ്യം നമ്മുടെ അടുത്ത് വന്ന് നോക്കി, ഒന്നും കിട്ടത്തില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്കിനും നൈസായിട്ട് സ്ഥലം വിട്ട്. ആ കാണുന്ന സ്ഥലം കണ്ടോ, അത് ശരിക്കും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു നഗരമാണേ. ആ നഗരത്തിൻ്റെ ആ സൈഡിൽ കൂടെയാണ് നമ്മൾ വന്നത്. പക്ഷേ നമ്മൾ ചുറ്റിക്കറങ്ങിയാണ് ഇങ്ങോട്ട് വന്നത്. ഇതിനിടയ്ക്ക് സോൾട്ട് ലേക്കാണ്. അത് ഇതിങ്ങനെ ചുറ്റിക്കറങ്ങിയാണ് നമ്മൾ ശരിക്കും ഇവിടേക്ക് വന്നത്. നോക്കി പിള്ളേരൊക്കെ വന്ന് പൂച്ചനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നുണ്ടോ നോക്കി. ഷടാ, നല്ല വൃത്തിയുള്ള പൂച്ചകളാ കേട്ടോ. എല്ലാം ക്ലീൻ പൂച്ച. നോക്കൂ ബ്ലാക്ക്. ആ നല്ല വൃത്തിയുള്ള പൂച്ചയാണ് കണ്ടില്ലേ. ബാ ബാ, ഇത് എന്തിനാടാ എന്നെ നിന്റെ കുണ്ടി കാണിക്കുന്നത്? എടാ നിന്റെ മുഖത്തല്ലേ എനിക്ക് കാണേണ്ടത്, നീ എന്തിനാ കുണ്ടി കാണിക്കുന്നത്? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ബാ. അയ്യോ മുള്ളരുതല്ലോ. നല്ല കറുത്ത കരിമ്പൂച്ച പിള്ളേരെ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ നോക്കി കേട്ടോ. എനിക്ക് ആ പൂച്ചനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാം വെറൈറ്റിയാ. പിള്ളേരെ ഒന്നും കാണുന്നില്ല കേട്ടോ. കൊച്ചു പൂച്ചക്കുട്ടികളെ ഒന്നും കാണുന്നില്ല. അതൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവും. നല്ല ഭംഗിയാണ് കേട്ടല്ലേ. ഇത് വൈറ്റ് പൂച്ച, ഇതൊരു ഭംഗിയില്ല. ഇല്ല ഇങ്ങനെ ചുമ്മാ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കുക കണ്ടില്ലേ. അവിടെ കാട്ടിൽ വരുമ്പുണ്ട് കുറേ പൂച്ചകൾ, അവിടെയുണ്ട്. എന്തോരം പൂച്ചകളാണോ ഇത് കണ്ടോ ഈ ഇരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇതെല്ലാം എനിക്കൊന്നും ഒരേ ടൈപ്പ് ഓഫ് ബ്രീഡിലുള്ള പൂച്ചകളാണ് തോന്നുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രീഡൊന്നും കാണുന്നില്ല. ഹായ് ദേഷ്യമാണോ? എന്താ ഉദ്ദേശം? ഞാൻ തൊടുന്ന് ഇഷ്ടപ്പെടുന്നില്ലേ? ഞാൻ സുഖിപ്പിക്കുമല്ലേ നിന്നെ? അല്ലേ സുഖിപ്പിക്കുമല്ലേ? എല്ലാം ഫുഡ് തപ്പി വരുമോ കേട്ടോ. കഷ്ടമുണ്ട് കേട്ടോ. നമുക്ക് ഇച്ചിരി ഭക്ഷണം എവിടെ നിന്നെങ്കിലും കൊണ്ടുവരാൻ പറ്റും. ഓടിപ്പോയി. നിങ്ങൾ എന്ത് ചെയ്തു മനസ്സിലായേ ഓടാൻ? ഓരോ വണ്ടി വരുമ്പോഴും ആ വണ്ടിയുടെ സൈഡിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. എല്ലാം റെൻ്റ് കാറുകളാണ് കണ്ടില്ലേ നോക്കി. എല്ലാം നമ്മുടെ റെഡ് നമ്പർ പ്ലേറ്റ് ആണോ. എല്ലാവരും നമ്മളെപ്പോലെ വന്ന ആൾക്കാരാണ്. ഇത് പൂച്ചകളുടെ ഷെൽട്ടറാണ് ഇവിടെ. അപ്പോൾ ഇവിടെ പൂച്ചകൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള സ്ഥലം, പിന്നെ ഇവർക്ക് തണുപ്പത്ത് കയറി കിടക്കാൻ വേണ്ടിയുള്ള സ്ഥലം കണ്ടോ. ഇതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കണ്ടല്ലേ. ഇത് കണ്ട. വാവ്, ഹലോ. ഇവർക്കിവിടെ ഫുഡൊക്കെ ഉണ്ട്. ഇത് കണ്ട, ഇഷ്ടംപോലെ ഫുഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവർക്ക് കയറി മെതിഞ്ഞ് കഴിക്കാം. ഒരു തന്നെ അതിൻ്റെ മേളിൽ കൂടെ മെതിഞ്ഞ് കിടപ്പുണ്ട്. താഴെ വേറൊരാൾ ഇവിടെ നടപ്പുണ്ട്. പിന്നെ ഇവർക്ക് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ ഇരിക്കുന്ന ഒരാൾ. ഹലോ. ഇവിടെ വേറെ സ്ഥലമുണ്ട് ഉണ്ടോ. ഇവിടെയുണ്ട് കുറേ പൂച്ചകൾ. ഇതിനകത്ത് ഇവിടെ എവിടെയെങ്കിലും പൂച്ച പെറ്റ് കിടപ്പുണ്ടോ? പക്ഷെ ഒന്നും കാണുന്നില്ല. ഇത് കണ്ടോ, ഇത് പൂച്ചയുടെ ഹോസ്റ്റല്. പൂച്ചയ്ക്ക് തണുപ്പത്ത് കയറി കിടക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ. പിന്നെ അവർക്ക് ഭക്ഷണമൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. അത് ദേ ക്യാൻ ഹാവ് ഇറ്റ് എനി ടൈം. പിന്നെ ഇതൊക്കെ ബങ്ക് ബെഡുകൾ പോലെ പൂച്ചകൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന പരിപാടിയാണ്. പൂച്ചകൾക്ക് ടു സേവ് പൂച്ച ഫ്രം വിൻ്റർ. കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു. പിന്നെ ഇതുങ്ങൾ എവിടെയാണ് അപ്പിടുന്നത് എനിക്കറിയത്തില്ല. അതിന് വേറെ സ്ഥലം വേറെ ഉണ്ടാവും. എന്തായാലും ഇവിടെയൊക്കെ ഇത്രയും പൂച്ചകളുണ്ടായിട്ടും ഇവരുടെ ഷെൽട്ടറായിട്ടും ഇവിടെയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ നോക്കി. ഇത് ബേസിക്കലി ഒരു മൊണാസ്ട്രിയാണ്. മൊണാസ്ട്രി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ക്രിസ്ത്യൻ മൊണാസ്ട്രിയാണ്. ആ മൊണാസ്ട്രിയുടെ സമീപത്താണ് ഈ ഒരു കാര്യങ്ങൾ അവരവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ദിസ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് പ്ലേസ് കേട്ടോ. ദർ ഇസ് ആക്ച്വലി നത്തിങ് കൊമേഴ്ഷ്യൽ. അങ്ങനെ കൊമേഴ്ഷ്യൽ പരിപാടികളൊന്നുമില്ല. നമ്മൾക്ക് ഈ ക്യാറ്റ് കഫേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പല സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടില്ലേ ജപ്പാനിലൊക്കെ പോകുമ്പോഴത്തേക്കിനും. അതേപോലെ തന്നെയുള്ള ക്യാറ്റ് കഫേ ഒക്കെ വേണമെങ്കിൽ ഇവിടെ നടത്താവുന്നതാണ്. പക്ഷേ ദർ ഇസ് നോ ക്യാറ്റ് കഫേ ഹിയർ. ഇതിങ്ങനെ വന്ന് പൂച്ചകളെ കണ്ടിട്ട് പോവാം. വാടകുട്ടാപ്പി ഇവിടെ ഇരിക്കടാ. ഇവിടെ ഇരിക്കുവോ? കുറെ പൂച്ചകൾ കൂടെ കിട്ടും ഒരുമിച്ച്. എല്ലാരും കൂടെ വേണോ? ഒരു ഫോട്ടോ എടുക്കട്ടാ. ചാക്കരേ. എനിക്കിപ്പോ കൂട്ടിന് 3-4 പൂച്ചകളെ കിട്ടി. ഇവിടെ വാ പോവല്ലേ, ഇവിടെ ഇരിക്കേ. ഞാൻ ഫോട്ടോ എടുക്കട്ടെ. എല്ലാവരും കൂടെ പോയാൽ എങ്ങനെയാ? ഞങ്ങളിവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കല്ലോ. ഒരാൾ എൻ്റെ മടി കയറി ഇരുന്നിട്ടുണ്ട്. ആ ആൾ എന്നെ ഇഷ്ടപ്പെട്ടു. മാന്തരുത്, നിന്റെ നഖം എനിക്ക് ഇടക്കിടയ്ക്ക് കൊള്ളുന്നുണ്ട് കേട്ടോ. നീ അത്ര ശരിയല്ല കേട്ടോ.
ഋഷി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് പിള്ളേരുണ്ടായിരുന്നെങ്കിൽ കേട്ടോ അല്ലേ? പൂച്ചേനല്ലേ? പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. എന്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനെയും പട്ടീനെയൊക്കെ. കാറ്റ് ലവേഴ്സ്. സോ ദിസ് വീഡിയോ ഇസ് ഡെഡിക്കേറ്റഡ് ടു കാറ്റ് ലവേഴ്സ് ഗൈസ്. എനിക്കിനി എവിടെ നിന്ന് എണീക്കണമല്ലോ, ഇതുകൊണ്ട് എണീറ്റ് പോകണ്ടേ? ഒരാള് അതേ നോക്കി ഇത് കണ്ട എന്റെ ഉടുപ്പ മാന്തി കയറുന്നു. എടാ ഉടുപ്പ് ചീത്തയാക്കരുത് എന്റെ. നീ എന്താ ചെയ്യണേ? ഓക്കെ. അപ്പോൾ ക്യാറ്റ് മൊണാസ്ട്രിയിലേക്ക് നമ്മൾ കയറി പോവുകയാണ്. അപ്പോൾ ഇത് കൊള്ളാമല്ലോ, ഇവൻ യുണീക്ക് ആണല്ലോ, നല്ല ഡിഫറെൻറ്റ് ഒരു ഗ്രേ കളർ അല്ലേ? ഇതും കൊള്ളാമേ. ഇതിൻ്റെയൊക്കെ രൂപം കണ്ടില്ലേ, എന്ത് രസമല്ലേ അതിൻ്റെ അതും വൃത്തിക്കായിരിക്കുന്നില്ല. നമ്മൾ ഈ ചിലപ്പോൾ നമ്മൾ ഈ ഓരോ അമ്പലങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും നമ്മൾ കണ്ടിട്ടില്ലേ പ്രാവുകൾ, പിന്നെ ഇപ്പോൾ ചിലയിടത്ത് പോയി കഴിഞ്ഞാൽ ഫിഷ് ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു മൊണാസ്ട്രിയിൽ ഇവിടെ പൂച്ചകളാണ്. പൂച്ചസാറിൻ്റെ കേന്ദ്രമാണ്. അതായത് ഈ സൈപ്രസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൂച്ചകളാണ്. ഇഷ്ടംപോലെ പൂച്ചകളുണ്ട്, എവിടെ പോലും പൂച്ചകളെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മൊണാസ്ട്രി ബിൽഡിംഗ്. 2-3 ബിൽഡിങ്ങുകളുണ്ട്. റിനോവേറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന ഒരു പഴയകാല മൊണാസ്ട്രിയുടെ അവിടെ ഇവിടെയും നമുക്ക് ധാരാളം പൂച്ചകൾ ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തുന്നതും ശാന്തരായിരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഇതിനകത്തേക്ക് കയറാനുള്ള പരിപാടികളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇതിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കണ്ടുപോകാനേ പറ്റുള്ളൂ. കാരണം ഇതൊരു മൊണാസ്ട്രി ആണല്ലോ. മൊണാസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ആരാധനാലയം അല്ലല്ലോ ബേസിക്കലി. ഇതൊരു പഠിപ്പിക്കുന്ന ഒരു സ്ഥലമായിരിക്കുമല്ലോ. കൊള്ളാം അല്ലേ? അതിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ നോക്കി. ഇതൊക്കെ മറ്റേ പഴയ ഒരു സൈപ്രസ് ആർക്കിടെക്ചറിലുള്ള കല്ലുകളൊക്കെ വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ്. ഇവിടുത്തെ അന്തേവാസികളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന അവരുടെ സ്ഥലമാണെന്ന് തോന്നുന്നു ആ പുറകിൽ കാണുന്നത്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കിടിലൻ സ്ഥലം. ഈ മൊണാസ്ട്രിയുടെ പുറകിലായിട്ട് ഒരു വലിയ ഒരു കാക്ടസ് മരം നിൽപ്പുണ്ട്. എത്ര വർഷം പഴക്കമുണ്ടാവുമല്ലേ ഈ ഒരു കാക്ടസിന്. പിന്നെ കൃഷിക്ക് വേണ്ടി പാടമൊക്കെ ഇങ്ങനെ ഉഴുതു മറിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ധാരാളം കൃഷി നടക്കുന്നൊരു സ്ഥലമാണിത്. ഏറ്റവും കൂടുതൽ സിട്രസ് ഉൽപ്പന്നങ്ങൾ, അതായത് എന്താ പറയുക, നാരങ്ങ, ഓറഞ്ച്, അങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറേ സാധനങ്ങളുണ്ട്. ഇത് കൊള്ളാമല്ലോ. ഇത് എത്ര വർഷം പഴക്കമുണ്ടാവും ഇതിന്? ഞാൻ ആലോചിക്കുന്നു, ഇതിൻ്റെ ഫ്ലവറാണോ അതോ കായാണോ? എന്താ സംഭവം ഇത്? ഫ്ലവർ ഉണ്ടായിട്ട് കൊഴിഞ്ഞു ചിലപ്പോൾ. ഇത് ഇങ്ങനെയാണോ? ഇതിങ്ങനെ നെക്സ്റ്റ് ആയിട്ട് വരിക? ആണോ? ഇനി അതായിരിക്കുമോ നെക്സ്റ്റ് ബഞ്ചായിട്ട് വരിക? അങ്ങനെ ആയിരിക്കും പരിപാടി. എന്നാലും എന്തോരം വാട്ടർ കണ്ടന്റ് ഉണ്ടാവും അറിയോ ഇതിനകത്ത്? ഇത് ഫുള്ള് വാട്ടർ കണ്ടന്റ് അല്ലേ? ദിസ് ഇസ് ടു ഹെവി. പിന്നെ ഇഷ്ടംപോലെ വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. ശരിക്കും ചെറുതൊന്നും അല്ല, ഇത് വളരെ വലിയ ഒരു ഇതാണ്. എന്തോരം ഉണ്ട്. ഈ ഭാഗത്ത് വരുമ്പോഴേക്ക് ഇത് ഇഷ്ടം പോലെ ഉണ്ട്. നോക്കിയേ, ദിസ് ഈസ് ടു ബിഗ് എന്ന് പറഞ്ഞാൽ ടു ബിഗ്. അത്രയും വലുതാണ് കണ്ടല്ലേ. ഞാനിപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നു പോകണമെങ്കിൽ തന്നെ ദർ ഇസ് എ ലോട്ട്. അത്രയും ഒരു 2-3 തണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണത് കണ്ടല്ലേ. ഫാമിങ് വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പോയിട്ട് അവിടെ എന്തോ വെയർ ഹൗസോ അങ്ങനെ എന്തോ പരിപാടികളൊക്കെ ഉണ്ട്. നല്ല ഫാമിങ് നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പുതിയ 2 ആൾക്കാർ വന്ന്. ആദ്യം ആൾക്കാർ വരുമ്പോഴത്തേക്കിനും എന്തെങ്കിലും വെറൈറ്റി ഫുഡ് കിട്ടും എന്നൊക്കെ കരുതി ഇവർ അടുത്ത് കൂടുന്നതാണ് മൊത്തത്തിൽ. കണ്ടിട്ട് ഇവിടെ എന്തോ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന വേറെ എന്തോ ഫുഡുണ്ട് കേട്ടോ. അവിടെ ഓൾറെഡി അവർക്ക് ഫുഡുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ആൾക്കാർ കൊണ്ടുവരുമോ എന്നൊക്കെ കാത്തു വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ പോയ കാറ്റ് മൊണാസ്ട്രിയുടെ ശരിക്കുള്ള പേര് സെയിൻറ്റ് നിക്കോളാസ് മൊണാസ്ട്രി എന്നായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഒരു സോൾട്ട് ലേക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഈ സോൾട്ട് ലേക്കിൽ ഫ്ലെമിംഗോസ് വരുന്നൊരു സീസൺ ഉണ്ട്. നമ്മുടെ തൊളവീര ലേക്കില്ലേ അവിടെ നമ്മുടെ രാജസ്ഥാനിലെ, അതേപോലെ തന്നെ ഫ്ലെമിംഗോസ് ഒക്കെ വരുന്നൊരു സീസൺ ഉണ്ട്. അപ്പോൾ ആ സീസൺ അല്ല ഇപ്പോൾ, കാരണം ഇപ്പോൾ വിൻ്റർ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം ചിലപ്പം വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടിരിക്കുന്നതായിരിക്കും. ഫ്ലെമിംഗോസ് എന്നൊക്കെ പറയുന്നത് ഈ മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, യു ആർ നൗ അപ്രോച്ചിങ് MOD പ്രോപ്പർട്ടി, നോ എൻട്രി ടു അൺഓതറൈസ്ഡ് പേഴ്സൺസ്. അതായത് നമുക്ക് ഇനി അങ്ങോട്ട് ആ കാണുന്ന ഗേറ്റുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതായത് ഇവിടുത്തെ താമസിക്കുന്ന പട്ടാളക്കാരുടെ സ്ഥലവും അവരുടെ റെസിഡൻഷ്യൽ ഏരിയയും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് ആ ദൂരെ കാണുന്നത്. അതിൻ്റെ ഉള്ളിലൊക്കെ റോയൽ എയർഫോഴ്സ് അക്രോത്തിരി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ എയർഫോഴ്സിന്റെ ഒരു ഗേറ്റ് ഒക്കെ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സോൾട്ട് ലേക്ക് എന്ന് പറയുന്നത്. കണ്ടോ, ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വലിയ ഒരു ഏരിയ ആണ് സോൾട്ട് ലേക്ക്. അങ്ങ് ദൂരെ കുറച്ച് ഭാഗത്ത് ഫ്ലെമിംഗോസ് പോലെ എന്തോ ഒരു സംഭവം അവിടെ കാണാം. അതിനപ്പുറത്ത് നമുക്ക് ആ ഒരു നഗരവും കാണാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് UK അധീനതയിലുള്ള ബ്രിട്ടീഷിൻ്റെ സൈപ്രസിലെ സ്ഥലത്താണ്. എന്താ അല്ലേ, സൈപ്രസ് രാജ്യത്ത് ഓരോരോ പരിപാടികളും. ഇതേപോലെ തന്നെ അപ്പുറത്ത് നോർത്തേൺ സൈപ്രസിൽ തുർക്കിഷ് അധീനതയിലുള്ള സൈപ്രസിലും ഇതേപോലെ ബ്രിട്ടീഷ് ആ ഒരു ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ UN ഗ്രീൻ സോണിൽ ബ്രിട്ടീഷിൻ്റെ ഏരിയ ഉണ്ട്. മൊത്തത്തിലൊരു കോംപ്ലിക്കേറ്റഡ് സ്ഥലമാണത്. അങ്ങനെ ഫൈനലി നമ്മൾ സൈപ്രസിലെ
ഒരു കടൽ തീരത്തെത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ സൈപ്രസിലെ UK ഭാഗമായിട്ടുള്ള സ്ഥലത്തിനടുത്തുള്ള കടൽ തീരത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് UK ഉള്ള പോലെ പെബിൾ ബീച്ചസ്, യെസ്, ഇതേപോലെയുള്ള പെബിൾ ബീച്ച് നമുക്ക് UK ഉള്ള ബീച്ചുകളിൽ കാണാൻ സാധിക്കുന്ന പോലെ വളരെ മനോഹരമായിട്ടുള്ള കല്ലുകളുണ്ടല്ലോ പെബിൾ ബീച്ചസ്. നോക്കി എന്തോരം വിലയുള്ള കല്ലുകളാണ് ബ്രോ ഈ കിടക്കുന്നത് ഇവിടെ. ഇതൊക്കെ ഗാർഡനിൽ ഇടാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകണമെങ്കിൽ കിലോയ്ക്ക് എത്ര രൂപ കൊടുക്കണമെന്ന് അറിയാമോ? നമ്മുടെ നാട്ടിൽ പോലും. നോക്കി നല്ല അടിപൊളി കല്ലുകൾ, എന്ത് ഫിനിഷിങ്ങിലാണ് കിടക്കുന്നത് നോക്ക്. ചെറുതും വലുതുമായിട്ടുള്ള കല്ലുകൾ കണ്ടോ, അടിപൊളി. ഇതിങ്ങനെ ഒരു ചെറിയൊരു ബീച്ച് സൈഡാണ്. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ റെസ്റ്റോറൻറ്റും മറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഗോ ആൻഡ് ഹാവ് സം ഫുഡ്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നതേ ഇവിടുത്തെ കുരിയോൺ എന്ന് പറഞ്ഞ ആ ഒരു ബീച്ചിന് സമീപത്തുള്ള ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ചധികം ഇനി അങ്ങോട്ട് നടക്കണം, എന്നാലും നമ്മൾ അവിടെ എത്തുള്ളൂ. ഇവരിവിടെ എന്തോ ഒരു സംഭവമൊക്കെ പണിയുന്നുണ്ട്. 4.5 യൂറോ കൊടുക്കണം ഇവിടേക്ക് കയറാനായിട്ട്, അതായത് ഈ ഒരു സൈറ്റിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഇത് പണ്ട് കാലത്തെ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആ ഒരു കടൽ തീരത്ത് തന്നെയുള്ള ഒരു ഏരിയ കുറേ സംഭവങ്ങളൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ലോകത്തിലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആംഫി തിയേറ്റർ കാണാൻ വേണ്ടിയാണ്. ഈ ഒരു ആംഫി തിയേറ്റർ നിർമ്മിച്ചത് 2nd BC-യിലാണ്. ആലോചിക്ക്, BC 2 ഇവിടുത്തെ ഈ ആംഫി തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ഈ ഗ്രീക്ക് റോമൻ തിയേറ്ററായിട്ട് നിർമ്മിച്ച ഒരു സംഭവമാണ്. അതായത് പണ്ട് കാലത്ത് ഈ റോമൻസും ബാക്കിയുള്ള ആൾക്കാരും ഗ്രീക്സും ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ പെർഫോമൻസുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി BC 2 നിർമ്മിച്ച ഒരു ആംഫി തിയേറ്ററാണ് ഈ കാണുന്നത്. അത് ഇങ്ങനെ ഈ മെഡിറ്ററേനിയൻ സീയിൽ കടലിന് സമീപത്തായിട്ട് കടലിനോട് ചേർന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂവിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സംഭവം. ആദ്യകാലങ്ങളിൽ കൺസേർട്ട്സും ഡ്രാമയും അങ്ങനെയുള്ള പല പരിപാടികളുമാണ് ഇവിടെ നടന്നിരുന്നെന്നുണ്ടെങ്കിൽ പിന്നീട് ഇവിടെ ആനിമൽ ഫൈറ്റ്സ് പോലെയുള്ള പല സംഭവങ്ങളും അരങ്ങേറിയതായിട്ട് പറയുന്നുണ്ട്. ഇത് BC 2 നിർമ്മിച്ചതാണെന്നുണ്ടെങ്കിലും പിന്നീട് അതിന് ശേഷം റോമൻസ് ഭരിക്കുന്ന സമയത്ത് ഇത് ഇപ്പോൾ ഈ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു വലിയ സൈസിലേക്ക് പിന്നീട് ഇത് റിനോവേറ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അവർ 3rd സെഞ്ച്വറിയിലാണ് അവർ ആക്ച്വലി ആ ഒരു റിനോവേഷൻ ഇവിടെ ചെയ്തത്. ഇതൊരു സെമി സർക്കുലർ ആ ഒരു എന്താ പറയുക ഓർക്കസ്ട്ര ടയേർഡ് സീറ്റിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിൽ, അതായത് ഈ സിനിമ സ്റ്റൈൽ സീറ്റിംഗ് ഉണ്ടല്ലോ, ആ സിനിമ സ്റ്റൈൽ സീറ്റിംഗ്, അതേപോലെ തന്നെ ഇതുപോലെയുള്ള പടിപടി പോലെയുള്ള ഓർക്കസ്ട്ര ടയേർഡ് സീറ്റിംഗ് എന്നാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ആംഫി തിയേറ്റേഴ്സ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ താഴെ ഇരിക്കുന്ന ഈ ഒരു സീറ്റിംഗ് ഇതിന് വേണ്ടി പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവം. ഇവിടെ ഇപ്പോഴും പല പ്രോഗ്രാമുകളും നടക്കാറുണ്ടെന്ന്. നമ്മൾ ഈ താഴെ ആ ഭാഗത്തൂടെ ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് അവിടെ ഇത്രയും ഭംഗിയുള്ളതായിട്ട് തോന്നിയായിരുന്നു. അതിപ്പോൾ നോക്കുമ്പോൾ എന്ത് രസമാണ് കാണാനായിട്ട്. കണ്ടില്ലേ ആ ഒരു കടൽ തീരം, താഴെ ഇങ്ങനെ കൃഷിസ്ഥലങ്ങൾ, അങ്ങനെ പല സംഭവങ്ങളും നമുക്ക് ഇവിടെ ഇങ്ങനെ കാണുന്നതൊക്കെ എന്ത് ഭംഗിയല്ലേ. ആകെപ്പാടെ 9 ലക്ഷം, അതായത് 1 മില്യണിൽ താഴെ 10 ലക്ഷത്തിൽ താഴെ ആൾക്കാർ മാത്രമുള്ള ഒരു കുഞ്ഞു രാജ്യമാണ് സൈപ്രസ് എന്ന് പറയുന്നത്. ഈ സൈപ്രസിൽ നിങ്ങൾക്ക് ഏത് സമയത്തും വരാം. സമ്മറിൽ വന്നാൽ നല്ല ചൂടായിരിക്കും. നമ്മൾ ഗൾഫിലൊക്കെ ഉള്ള പോലെ ഒരു 40-45 ഡിഗ്രി സെൽഷ്യസ് ചൂട് വരെ വരും. പിന്നെ വിൻ്ററിലാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഡിസംബർ മാസത്തിൽ ഇവിടെ ഡിസംബർ അവസാനം നിൽക്കുമ്പോഴും നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം എന്താണെന്ന് നോക്കി. ഇവിടെ നല്ല വെയിലുണ്ട്. ചില സമയത്ത് ഇങ്ങനെ ഇന്നലെ ക്ലൗഡി ആയിരുന്നു, മഴയായിരുന്നു, അങ്ങനെ മാറി വരുന്നത്. എനിക്ക് തോന്നുന്നു നല്ലൊരു വെതറാണ്. പിന്നെ ഒരു ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോഴത്തേക്കിനും നല്ലൊരു സമയമായിരിക്കും. ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ സൈപ്രസിൻ്റെ വിസ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് സൈപ്രസ് വിസ കിട്ടാൻ. സൈപ്രസ് വിസ എടുക്കാൻ പോകുമ്പോൾ ഒരിക്കലും നോർത്തേൺ സൈപ്രസിൻ്റെ കാര്യം പറയരുത്. ഓക്കെ, സോ നോർത്തേൺ സൈപ്രസിൽ നിങ്ങൾ പോകുമെന്നോ അങ്ങനെയുള്ള ഒരു പരിപാടിയും പറയരുത്. നിങ്ങളുടെ വിസ റിജക്റ്റ് ആവും. ടർക്കിഷ് സൈപ്രസിലേക്ക് പോകുന്ന കാര്യം നിങ്ങളുടെ ഐറ്റിനറിയിൽ മെൻഷൻ ചെയ്യുകയേ ചെയ്യരുത്. എന്നിട്ട് അല്ലാതെ വെറുതെ ഇവിടെ വന്നിട്ടെങ്കിൽ പോയിട്ട് വന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല. അതാണ് ഏറ്റവും നല്ലത്, ഷെങ്കൻ വിസ അടിക്കുന്നതാണ്. അതെ, ഷെങ്കൻ വിസയ്ക്ക് വരും. അപ്പോൾ ഷെങ്കൻ വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാനായിട്ട് എളുപ്പമാണ്. യു ഡോണ്ട് നീഡ് അനദർ വിസ ഫോർ ദാറ്റ്. പക്ഷേ മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നെ UK വിസ ഉണ്ടെങ്കിൽ വരാൻ പറ്റില്ല, ഷെങ്കൻ വിസ തന്നെ വേണം. അതും നിങ്ങൾക്ക് ഇവരുടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അവിടെ ഒരു സംഭവം കണ്ടോ, ഞാൻ വിചാരിച്ചു അവിടെ എന്തോ കൺസ്ട്രക്ഷൻ ആണെന്ന്. പക്ഷേ അത് കൺസ്ട്രക്ഷൻ അല്ല, അവിടുത്തെ ആ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് അത് അവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ,
ഇതൊക്കെ ഇവിടുത്തെ കല്ലുകളാണ്. അതായത് ഇങ്ങനത്തെ ധാരാളം കല്ലുകളുള്ള ഒരു നാടാണ് സൈപ്രസ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ പുതിയ രീതിയിൽ ഇങ്ങനെ വെട്ടിയെടുത്തും മറ്റുമൊക്കെ പല രീതിയിൽ പല സംഭവങ്ങൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ മോഡേൺ ലൈറ്റ് വെച്ചിരിക്കുന്നതാണ്. എന്നാൽ പിന്നെ അതൊരു ഭംഗിക്ക് വെച്ചുകൂടെ അല്ലേ? അത് മാത്രം കോൺക്രീറ്റ് ചെയ്ത് വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഓരോ നാട്ടിലും ഓരോ ടൈപ്പ് കല്ലുകളുണ്ടാവുമല്ലോ. നമ്മുടെ നാട്ടിൽ ചെങ്കല്ലും പാറയൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടുത്തെ കല്ലെന്ന് പറയുന്നത് ഈ ഒരു കളറിലുള്ള ഇത്തരത്തിലുള്ള ടെക്സ്ചറിലുള്ള കല്ലുകളാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും വലിയൊരു സംഭവമായിരുന്നു. ഇതിങ്ങനെ നമ്മളെ നാട്ടിൽ കാണുന്ന പല കാര്യങ്ങളും ഇതുപോലെയുള്ള പല നിർമ്മിതികളും ഇപ്പോൾ കാണുന്ന പല സംഭവങ്ങളും റിനോവേറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ BC 2 എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എന്തോന്നൊരു ആലോചിക്കുക, എത്ര വർഷം മുമ്പ്. അപ്പോൾ അതൊക്കെ റിനോവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് പല സ്ഥലത്തും കാണാൻ സാധിക്കുന്നത്. അത് എത്രത്തോളം പഴമയോടുകൂടി റിനോവേറ്റ് ചെയ്യാൻ പറ്റുന്നോ എന്നുള്ളത് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകളുടെ കഴിവാണ്. അതിനകത്ത് വേറൊരു കാര്യം ഉണ്ട്. അതെന്നറിയോ, പണ്ട് കാലത്ത് ഈ സാധന സാമഗ്രികളും യന്ത്ര സാമഗ്രികളും ബാക്കിയുള്ള സാധനങ്ങളും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ചെയ്ത പല സംഭവങ്ങളും ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ ഏറ്റവും എക്സാമ്പിൾസ് നമ്മുടെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചോള രാജാക്കന്മാരുടെ സമയത്തുണ്ടാക്കിയ അമ്പലങ്ങളുടെ ആർക്കിടെക്ചർ കണ്ടിട്ടില്ലേ? എന്തോന്നിടയത് അതുപോലെ ഒരു അമ്പലം ഇപ്പം പണിയാണെങ്കിൽ പോസിബിളാണ്. പക്ഷേ എന്നാലും എന്തോന്നത് ഒരു കുന്തവും ഇല്ലാതിരുന്ന സമയത്തല്ലേ അവരൊക്കെ ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഇതെനിക്ക് തോന്നുന്നു ആളുകൾ ഇതിൻ്റെ മുകളിൽ കൂടെ കയറി നടന്ന് എക്സ്കവേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ആ ഒരു ഭാഗങ്ങൾ നശിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കണം, അതേപോലെ നിലനിർത്തുന്നതിന് വേണ്ടിയായിരിക്കണം ഇത്തരത്തിലൊക്കെ ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടോ, പണ്ട് കാലത്തെ ഒരു മൊസൈക്ക്, വെൽക്കം മൊസൈക്ക്. അതായത് ഇവിടെ ഇതൊക്കെ ഒരു വലിയൊരു കോംപ്ലക്സ് ആയിരുന്നു. ആ ഒരു കോംപ്ലക്സിൽ ഉള്ള വെൽക്കം മൊസൈക്ക് കുറച്ചൊക്കെ ഭാഗം അവർ ഇങ്ങനെ എടുത്തപ്പോൾ കണ്ട സാധനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുക. ഹൗസ് ഓഫ് യൂസ്റ്റോലിസ് എന്നാണ് ഈ സ്ഥലത്തിൽ പറയുന്ന പേര്. അതായത് പണ്ട് കാലത്ത് ട്രാൻസിഷണൽ പീരീഡ് വെൻ ക്രിസ്ത്യാനിറ്റി ബിഗാൻ ടു റീപ്ലേസ് പാഗനിസം. ദിസ് ഷിഫ്റ്റ് ഈസ് റിഫ്ലക്റ്റഡ് ദ മൊസൈക്ക് ഇൻസ്ക്രിപ്ഷൻസ് അഡോണിങ് ദ ബിൽഡിംഗ്സ് ഫ്ലോർ. ഇത് പണ്ടൊരു പ്രൈവറ്റ് റെസിഡൻസ് ആയിട്ട് നിർമ്മിച്ചൊരു സംഭവമാണ്. ഓൾഡസ്റ്റ് റിമെയിൻസ് അറ്റ് ദ സൈറ്റ് ഡേറ്റ് ബാക്ക് ടു ദ ലേറ്റ് ഹെലനിസ്റ്റിക് പീരീഡ് 150 to 50 BC. എൻ്റെ അമ്മോ, സൈപ്രസിൽ കുറിച്ച് പറയുവാണെങ്കിൽ ഇഷ്ടംപോലെ ചരിത്രം പറയാനുണ്ട്. ഗ്രീക്കിൻ്റെ കാലഘട്ടം, റോമൻസിൻ്റെ കാലഘട്ടം, അതിനു മുമ്പുള്ള കാര്യങ്ങൾ, അങ്ങനെ ഭയങ്കര ചരിത്രം പറയാൻ സാധിക്കുന്ന ഒരു രാജ്യമാണ്. ഇത് കണ്ടോ, അതിന് അടിയിലേക്ക് ഭൂഗർഭ അറകളും നിലകളും, പിന്നെ ഇത് കണ്ടോ കിണറാണെന്ന് തോന്നിയത്, അതുപോലെ എന്തോ ഒരു സെറ്റപ്പ്. അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ വരെ ഇവിടെ ഉണ്ട്. നിങ്ങൾ മറ്റേ ഇവിടെ പോയിട്ടില്ലേ, ടെറാക്കോട്ട വാരിയേഴ്സിൻ്റെ സ്ഥലം കാണാൻ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. അത് മിസ് ചെയ്താ ഞാൻ പണ്ട് ട്രിപ്പ് നടത്തിയ സമയത്ത്. മറ്റേ സിയാനിലെ ടെറാക്കോട്ട വാരിയേഴ്സിൻ്റെ സ്ഥലത്ത് പോകുമ്പം ഏകദേശം ഇതുപോലത്തെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാം. ഞാൻ പോയിട്ടില്ല, പക്ഷേ ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്കിനി ചൈനയിൽ പോകുമ്പോഴത്തേക്കിനും നമുക്ക് അവിടെ പോകണം. ഉള്ളോട്ടോ പണ്ട് കാലത്തെ ടൈൽസാണ്. പക്ഷേ ഇതൊക്കെ ഏത് വർഷം പഴക്കമുള്ള ടൈൽസാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും സംഭവം എവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് കണ്ടുപിടിച്ച് എങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അവിടെ ഇവിടെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഭയങ്കര രസമാണ് ഇതൊക്കെ കാണാൻ. ഇറ്റലിയിലാണ് ഏറ്റവും കൂടുതൽ. ഇറ്റലി ഈ ഭാഗത്തൊക്കെ തന്നെ ഇതുപോലെ കുറേ സാധനങ്ങൾ കാണുന്നത്. ഇറ്റലി, ഗ്രീസ്, അവിടെയൊക്കെ നമുക്ക് ഇതുപോലുള്ള കുറേ സംഭവങ്ങളുണ്ട്. ബെൽഫാസ്റ്റിലെ ഇതുപോലെ സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ എന്താ ഇല്ലേ? ഞങ്ങളങ്ങനെ ആ മലയുടെ മേലിലുള്ള ആ സൈറ്റ് ഞങ്ങൾ വളരെ കുറച്ച് ഭാഗമേ കണ്ടിട്ടുള്ളൂ. കാരണം അത് അവിടെ മുതൽ ഇങ്ങനെ ഈ മല മൊത്തം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഏരിയ ആണ്. അവിടെ ഇഷ്ടംപോലെ ഹെറിറ്റേജ് സൈറ്റ്സ് ആണ്. അതൊക്കെ നടന്ന് കാണാൻ താല്പര്യമുള്ള ആൾക്ക് നടന്ന് കാണാം. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നു. ഇവിടെ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും നമ്മൾ നേരത്തെ കണ്ട പെബിൾ ബീച്ചിൻ്റെ തൊട്ടിപ്പുറത്തായത്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ബീച്ച്. അപ്പോൾ ഈ സൈപ്രസ് എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക്, അതായത് ഇവിടെ സ്നോയും കാണാം. മൗണ്ടൻസിൽ പോയി കഴിഞ്ഞാൽ ബീച്ചിലും കുളിക്കാം. ചെറിയ കുഞ്ഞൊരു ഐലൻഡ്. അപ്പോൾ അതാണ് ഈ ഒരു ഐലൻഡിൻ്റെ പ്രത്യേകത. എന്താ പറയുക, ഒരു കിടിലൻ ഐലൻഡ്. അപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. സോ വി തോട്ട് ഓഫ് ഹാവിങ് സം ഫുഡ്. ക്രിസ് ബ്ലൂ ബീച്ച് ഫിഷ് ആൻഡ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡിസംബർ മാസം ഒരു യൂറോപ്യൻ രാജ്യത്ത് ആൾക്കാർ ബീച്ചിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടുത്തെ വെതർ എന്ത് രസമായിരിക്കും. കുട്ടികളൊക്കെ അവിടെ ബീച്ചിലാണ്. നീ കണ്ടോ, അവിടെയൊക്കെ കണ്ടോ, ബീച്ചിൽ കണ്ടോ ആൾക്കാർ വെള്ളത്തിൽ അങ്ങ് ദൂരെ പോയി കിടക്കുവാണ് ആൾക്കാർ. ഞാൻ പറഞ്ഞില്ലേ എന്താല്ലേ. അപ്പോൾ ഞങ്ങളിവിടെ ഈ ഒരു ബീച്ച് റെസ്റ്റോറൻറ്റാണ്, ഇവിടെ ബീച്ചിന് സമീപത്തുള്ള ഒരു ബീച്ച് റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റിംഗ്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്രിൽഡ് ചിക്കനാണ് ഗൈസ്. ഇങ്ങനെയാണ് ചിക്കൻ ഗ്രിൽ ചെയ്തുകൊണ്ട് തരുന്നത്. ചിക്കൻ, വെജ്, ലെമൺ ആൻഡ് കോൺ എല്ലാം ഉണ്ട് ഗൈസ്. നോക്കി, ഇതാണ് സാധനം. ഇതിനടിയിൽ മറ്റേ ഇതുണ്ട് കേട്ടോ, പൊട്ടറ്റോ വെഡ്ജസ് ഉണ്ട്, അതുകൊണ്ട്. ഇത് ചൂടാന്നറിയോ, എല്ലാവരും വെയിലത്ത് മാറിയിരിക്കുമ്പോൾ ഞങ്ങൾ കുറച്ചെങ്കിലും വെയിൽ നിങ്ങോട്ട് മാറിയിരിക്കുക. എന്നിട്ടും വെയിലായി ഇപ്പം.
ഞങ്ങൾ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും സൺസെറ്റിനുള്ള സമയമായി. 4:30-5 മണിയാകുമ്പോഴത്തേക്കിനും സൂര്യൻ അസ്തമിക്കും. ഉണ്ടല്ലേ, പുള്ളി താഴേക്ക് പോയി തുടങ്ങി. കണ്ടാ, ആൾക്കാരൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. അതിനിടയ്ക്ക് ചെറിയൊരു മഴയൊക്കെ പെയ്തു. ഇത്ര നേരം ഇവിടെ നല്ല വെയിലായിരുന്നേ. നിമിഷ നേരങ്ങളും ഉണ്ട്. സൂര്യൻ അങ്ങ് മേഘങ്ങൾക്ക് ബാക്കിലേക്ക് പോയി. ഇവിടുത്തെ ആൾക്കാരൊക്കെ എണീറ്റ് പോയി. വെയിലുണ്ടായാലേ പുറത്തൊക്കെ ആൾക്കാരുണ്ടാവുള്ളൂ. ഒരാൾ അവിടെ സ്വിം ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ തണുക്കത്തില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. വെയിൽ പോയി കഴിയുമ്പോൾ എന്തെങ്കിലും തണുക്കത്തില്ലേ? എന്താണെന്നറിയില്ല. സോ ഇവിടെ ഇപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകണം. ആക്ച്വലി ഇന്ന് നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ്. നാളെ നമ്മൾ ഇവിടുന്ന് പോവാണ്. നെക്സ്റ്റ് ഡേ ഈവനിങ് ഡിന്നർ. ചേച്ചി ഇന്ന് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഫിഷാണ്. ഫിഷ്. വാവ്. ഇത് ഫിഷ് അല്ലല്ലോ, ഇത് ഞാൻ പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സീബ്രീം ഫിഷ്, അത് ലെമൺ ഗാർലിക് സോസിലൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഭക്ഷണം. ഇവിടെ വന്നിട്ട് ഫുഡിനൊരു കുറവില്ല അല്ലേ? ഇത് മാത്രമല്ല, നമുക്ക് സൈപ്രസ് എന്ന് പറഞ്ഞ സിറ്റി എക്സ്പ്ലോർ ചെയ്യാനേ തോന്നുന്നില്ല അല്ലേ? ഇവിടെ ഇരിക്കുക. ഞങ്ങൾ വന്നിട്ട് ഇവിടെ തന്നെയാണ് ഫുൾ ടൈം. ഇവിടെ വന്നിട്ട് ചേച്ചിയോട് സംസാരിച്ചിരിക്കുക. അതാണ് നമ്മുടെ പരിപാടി. ഈ ചേച്ചിയോട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ മൊത്തം പോഡ്കാസ്റ്റ് എടുക്കുമായിരുന്നെങ്കിൽ ഒരു 10 എപ്പിസോഡ് ഇടാനുള്ള ടോപ്പിക് ഉണ്ടായിരുന്നു. പക്ഷെ ക്യാമറ ഓണാക്കിയ ചേച്ചി മിണ്ടൂല. സെറ്റാക്കും, കുഴപ്പമില്ല. ചേച്ചി നാട്ടിൽ വരുമ്പോൾ നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യണേ. ഒരാഴ്ചയായി ഇവിടെ വന്നിട്ട്. എനിക്ക് ഒരാഴ്ചയായ പോലൊക്കെ ഉണ്ട്. ആണല്ലേ? എന്തായാലും ദിസ് വാസ് എ റൂം വിച്ച് വി സ്റ്റേഡ് ഫോർ ലാസ്റ്റ് 4-5 days. അടിപൊളി സെറ്റപ്പ് ആയിരുന്നു. വിഗോ നവിഗോ. യെസ്. അപ്പോൾ ചേട്ടാ ചേച്ചി, വി ആർ ലീവിങ്. അടിപൊളി ഒരു എന്താ പറയാ ടൈമായിരുന്നു ഇവിടെ. ഞങ്ങൾ സൈപ്രസിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? സിറ്റിംഗ് ഹിയർ ആൻഡ് ടോക്കിംഗ് വിത്ത് യു. സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ സൈപ്രസിൽ എൻജോയ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് അതാണ്. കാരണം യു ഹാവ് സൈപ്രസ് സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല ഇല്ലേ? ശരിക്കും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് പേരിന് മാത്രം പോയി കണ്ടു. പിന്നെ നോർത്തേൺ സൈപ്രസ് ഒന്ന് പോയി കണ്ടു. അതല്ലാതെ ഡെഫിനറ്റ്ലി വി വിൽ കം ബാക്ക്. ഉറപ്പായിട്ടും. ആൻഡ് പിന്നെ നിങ്ങൾ ഇനി മാർച്ചിന് ശേഷം നാട്ടിൽ വരുമ്പോഴത്തേക്കിന് നിങ്ങൾ ഒരുമിച്ച് വരിക. ആൻഡ് ഐ വിൽ ഹോസ്റ്റ് യു ഇൻ മൈ ന്യൂ പൂൾ വില്ല. ലണ്ടനിൽ പോകുമ്പം ഫാസിൽ നിങ്ങളെ താജ് ലണ്ടനിൽ ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ? അതെ. കൊച്ചിയിൽ എന്തിനാ മാരിയിട്ട്? കൊച്ചിയിൽ മാരിയിട്ട് വേണ്ട. കൊച്ചിയിൽ നമ്മുടെ പൂൾ വില്ല ഉണ്ട്, അവിടെ താമസിച്ചാൽ മതി. ഇനി മാരിയിട്ട് പോരുത്. ധൈര്യമായി പ്രാർത്ഥിച്ചോളൂ. My Father in heaven, I ask you to bless these two wonderful people who were with us for these past days. I ask you to guide them, guard them, and protect them wherever they are. Be the words that they speak, be the actions that they do, and be the steps that they take. May they be blessed by your presence, by your guidance. May they prosper in everything that they do. May their families be blessed. I pray over their children and their wives. I ask you to bless them and keep them safe under your guiding light. In thy most precious and holy name. Amen and amen. താങ്ക് യു സോ മച്ച്. അമ്മ ആണോ? അമ്മക്കുട്ടി വാ, എനിക്ക് ഇതിനെ പിള്ളേരെ എടുക്കുന്ന അവിടെ നോക്കാം. അമ്മു ഇവിടെ നോക്കി. ഇവിടെ ഞങ്ങൾ പോവാണേ, പിന്നെ വരാമേ കേട്ടോ. നിന്നെ എടുക്കണോ? നിന്നെ എടുക്കണോ? ചോടാ പാവ, നീ നിനക്കിപ്പോൾ ഓക്കെ അല്ലേ? അല്ലേ? നീ രണ്ടുപേരും ഭയങ്കര രസമായിരുന്നു കേട്ടോ. പോയിട്ട് വരാമേ കേട്ടോ. നീ വരുമ്പോൾ കാണാമേ. അപ്പോൾ see you. Lovely to meet you. Oh, take care. It's so nice to have you guys. Travel safely. Thank you. If you get me, I'm going to message you. തീർച്ചയായും. അപ്പോൾ ബൈ 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 ബൈ. നമ്മളങ്ങനെ എയർപോർട്ടിലേക്ക് പോവാണ്. ഉച്ചയ്ക്ക് 1:15 നമ്മുടെ ഫ്ലൈറ്റ്. അതിന് മുമ്പ് നമുക്കൊരു സ്ഥലത്തൂടെ കയറണം. എന്താണ് സ്ഥലത്തിൻ്റെ പേര്? ഹാല സുൽത്താൻ ടെക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ സൈപ്രസിലൊരു ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെയും കൂടെ കയറണം. ശരിക്കും എന്താ പറയുക, അടിപൊളിയായിരുന്നു അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സൈപ്രസ്. ഇതുവരെ സോ ഫാർ എവറിത്തിങ് വാസ് ഗുഡ്.
ചേച്ചിയും ചേട്ടനും ബസ് അടിപൊളി. അവരോട് പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അതാണ് ആകെയുള്ളൊരു വിഷമം. ബട്ട് വിൽ ഡു ഇറ്റ്. എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ നമ്മൾ ബാക്കി വെക്കണ്ടേ? അതെ, അതുപോലെ അതാണ്. എയർപോർട്ടിൽ പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളൊരു സ്ഥലത്തേക്ക് വന്നു, ഹാല സുൽത്താൻ ടെക്കി എന്നും പറഞ്ഞുകൊണ്ട്. ഇവിടെ ഈ ഒരു സൈപ്രസിനുള്ളിൽ ഇതൊരു ക്രിസ്ത്യൻ രാജ്യമാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു മോസ്ക് ഉണ്ട്. ആ ഒരു മോസ്ക് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മോസ്കാണ്. അത് കാണാൻ വേണ്ടിയാണ് വന്നത്. അതിന് മുമ്പായിട്ട് ഈ ഭാഗത്ത് ഇതൊരു സോൾട്ട് ലേക്കാണ്. ഈ സോൾട്ട് ലേക്കിൽ നമുക്ക് ധാരാളം ഫ്ലെമിംഗോസിനെ കാണാൻ സാധിക്കും. നമുക്ക് ദൂരെ നിപ്പോട്ട് കുറേ ഉണ്ട്, പല സ്ഥലത്തായിട്ടുണ്ട്. ഇത് അടിപൊളിയാട്ടോ. ഇവിടെ കുറേ സോൾട്ട് ലേക്ക് ഉണ്ട്. നമ്മൾ ഇന്നലെ പോയ സ്ഥലത്ത് നമ്മൾ സോൾട്ട് ലേക്ക് കണ്ടായിരുന്നു. ഇതൊക്കെ ഈ സോൾട്ട് ലേക്കാണ്. ഈ സോൾട്ട് ലേക്കിൻ്റെ പരിസരത്താണ് ഇവർ ഈ എയർപോർട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പള്ളി ഒന്ന് കയറിയിട്ട് വരാം. പള്ളി ഒരു വ്യത്യസ്തം. അത് പള്ളിയാണോ ബേസിക്കലി? അത് ഫാസിൽ ബ്രോ അല്ലല്ലോ, പള്ളി എന്ന് തന്നെ പറയാൻ പറ്റും അല്ലേ? മോസ്കാണ്. നമുക്ക് അവിടെ പോയിട്ട് പറയാം. ഈ കാണുന്നതാണ് ഹാല സുൽത്താൻ ടെക്കി എന്ന് പറയുന്ന ഒരു ചെറിയൊരു മോസ്ക്, വളരെ ചെറിയൊരു മോസ്കാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഗാർഡനൊക്കെ ചെയ്ത് സെറ്റപ്പാക്കി കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. ഇവിടെ ഉണ്ടല്ലോ പൂച്ചകൾ. ഇവിടെ എല്ലായിടത്തും ഉണ്ട് പൂച്ച കേട്ടോ. പൂച്ചയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ആൾക്കാർ. കണ്ടില്ല നോക്കി. ഇത് ഈ സ്ഥലത്തിന് പ്രത്യേകത എന്താ പറഞ്ഞത്? ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉമ്മുഹറം എന്ന് പറയുന്ന ഒരു സഹാബി. സഹാബി എന്ന് പറഞ്ഞാൽ എന്താ? സഹാബി എന്ന് പറഞ്ഞാൽ പ്രവാചകനെ നേരിട്ട് കണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചവരും അതുപോലെ പ്രവാചകനുള്ള സമയത്ത് പ്രവാചകന്റെ കൂടെ വർക്ക് ചെയ്തവരും അവരെ പറയുന്നതാണ് സഹാബിമാരെന്ന്. ഓക്കെ. അപ്പൊ ഇവരൊരു ധീര വനിതയാണ് ഉമ്മുഹറം എന്ന് പറഞ്ഞാൽ. വനിതയുടെ പേരിലുള്ള മോസ്ക് ആണ് അല്ലേ? അത് വളരെ കുറവാണല്ലേ? അങ്ങനെ ഇവര് ഒരു ഇസ്ലാമിന്റെ നേവി ആർമിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു. ഓക്കെ. നേവി ആർമി എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ നേവി വാറിൽ തന്നെയാണ് ഇവർ മരണപ്പെടുന്നത്. ഓക്കെ. അവരുടെ ഒരു ഇതായിട്ടാണ് ഇവിടെ വെച്ചിട്ടാണ് അവർ മരണപ്പെടുന്നതല്ല. അപ്പൊ അവരുടെ ഖബർസ്ഥാനമൊക്കെ ഇവിടെ ഉണ്ടോ? ഖബർസ്ഥാനമാണ്. ശരി. ഓക്കെ. ഇത് ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ശരിക്കും ഇസ്ലാമിൽ പോപ്പുലർ ആയിട്ടുള്ള ഉള്ളതാണോ? ഉള്ളതാണ്. സ്വഹാബിമാരുടെ ഖബർസ്ഥാനം പല സ്ഥലങ്ങളും ഇല്ലേ? സൈപ്രസിലും. കേരളത്തിലുണ്ടോ? കേരളത്തിലില്ല, സ്വഹാബിമാരിലില്ല. ഇല്ല. ഇന്ത്യയില് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലും അതുപോലെ തന്നെ കസക്കിസ്ഥാനിലൊക്കെ ഉണ്ടല്ലോ. ചൈനയിൽ ഷിൻജിയാങ്ങിലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒട്ടോമാൻ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ സംഭവങ്ങളായിരിക്കണം അല്ലേ? ഓക്കെ. ഇത് കൊള്ളാട്ടോ. ഇത് ആക്ച്വലി ഞാൻ ദൂരെ കണ്ടപ്പോൾ വളരെ ചെറുതായിട്ട് തോന്നിയെന്നുണ്ടെങ്കിലും ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും ഇത് സീരിയസ് ബിഗ്. ഇവിടെ എല്ലാം പൂച്ചകളുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ടൈലൊക്കെ വിരിച്ച് നല്ല മനോഹരമായിട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവം. ഇത് ശരിക്കും നമ്മൾ ചൈനയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ തന്നെയുള്ളൊരു സംഭവമാണ്. നിക്കറിട്ട് വരരുതെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇതൊരു ആരാധനാലയമാണ്. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്കിനും അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഡ്രസ് കോഡ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ നല്ല ഗാർഡനൊക്കെ ചെയ്ത് എൻ്റെ റോസാപ്പൊക്കെ നിൽക്കുന്നുണ്ടോ? വാവ്, ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് പ്ലേസ്. എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ ഒരു ഇതുണ്ട്, പക്ഷേ ദിസ് ഈസ് കൈൻഡ് ഓഫ് അബാൻഡൻഡ് ഫീലിലുള്ള ഒരു സ്ഥലം. ഇത് എയർപോർട്ടിന് തൊട്ടടുത്താണേ. നമ്മൾ റെൻ്റ് കാറൊക്കെ എടുത്തിട്ട് വരുന്ന ആൾക്കാർ എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ വേണമെങ്കിൽ നമുക്കിത് കണ്ടിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്കിവിടെ റിമെയിൻസ് ഓഫ് ഏൻഷ്യൻറ്റ് സെറ്റിൽമെൻറ്റ്. ഇവിടെ പണ്ട് ഏൻഷ്യൻ്റ് ഒരു സെറ്റിൽമെൻറ്റും ബാക്കിയുള്ള സംഭവങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെയുണ്ട് പൂച്ച സാർ. ഹായ് പൂച്ച സാർ, ഹൗ ആർ യു? ഉറക്കപ്പിച്ചിലാണോ? സുഖമാണോ? ആണോ? എവിടെ ഒരു മൈൻഡും ഇല്ല. ഹലോ. അയ്യോ, വാ വിളിച്ചുണ്ടോ? ഉറക്കപ്പിച്ചിരിക്കും ആശാൻ. ഇവിടെ എല്ലാം ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അബ്ല്യൂഷൻ ചെയ്യുന്ന സ്ഥലമാണ്. കണ്ടില്ലേ, ആൾക്കാർക്ക് കാലും മുഖമൊക്കെ കഴുകുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. സോ ദിസ് ഈസ് ദ മോസ്ക്. സൈപ്രസിലെ ആ ഒരു സൈപ്രസ് കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു മോസ്ക്. പൂച്ച വെള്ളം കുടിക്കുന്ന കണ്ടോ? എനിക്ക് കുടിക്കേ. നീ അല്ലേ അവിടെ ഇറ്റിറ്റ് വന്ന വെള്ളം കുടിച്ചോണ്ടിരുന്നു. കുടിച്ചോ. തുറന്നു കൊടുത്തപ്പോൾ അതിന് കുടിക്കാൻ വയ്യ. അത് അടച്ചു വെച്ചപ്പോൾ അത് കുടിക്കണം. ഇനി ഞാൻ തുറന്നു വെച്ചാണോ പ്രശ്നമായിപ്പോയത്? എല്ലായിടത്തും പൂച്ചകളാവട്ടെ. എവിടെ പോയാലും പൂച്ചകളാണ്. എനിക്ക് തോന്നുന്നു അത് ഇറ്റിറ്റ് വീണത് കുടിക്കാനായിരുന്നു ഇഷ്ടം തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ ടോംബ്. കണ്ടില്ലേ, അവിടെ ആ പള്ളിയോട് ചേർന്ന് തന്നെയുള്ള ആ ഒരു ടോംബ്. കൊള്ളാം. നല്ല മനോഹരമായിട്ടുള്ള ഒരു ചെറിയ ഒരു കുഞ്ഞി പള്ളി. ഈ സൈപ്രസ് എന്ന് പറഞ്ഞ രാജ്യത്ത് ഏകദേശം 100-ലധികം പള്ളികളുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദം ആർ ഇൻ നോർത്തേൺ സൈപ്രസ്. കാരണം അവിടെയാണല്ലോ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നത്. ഇവിടെ വെരി ഫ്യൂ, ഒരു 1-2% മാത്രം ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ഏകദേശം ഒരു 8 to 10 മോസ്ക് ഉണ്ടെന്നാണ് അറിവ്. അതിൽ പലതും ഹിസ്റ്റോറിക്കൽ സൈറ്റുകളായിട്ട് മാറ്റി വിത്ത് വെരി ലിമിറ്റഡ് ആക്സസ് ടു പീപ്പിൾ ഓൺലി ഫോർ പ്രെയർ, അങ്ങനെ ആ രീതിയിലേക്ക് മാറ്റി.
ഇവിടെ ഇതുപോലെയുള്ള 1-2 മോസ്കുകളിൽ യു ക്യാൻ ഗോ. അതാണ് സംഭവം. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. റെൻ്റക്കാരെടുത്താവുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് വണ്ടി കൊണ്ടുവരിക, എയർപോർട്ടിൽ പാർക്ക് ചെയ്യുക, അവരുടെ ചാവി കൊടുക്കുക, പോവുക. സിമ്പിൾ, വെരി സിമ്പിൾ. All good. Full tank, car okay? താങ്ക് യു. Your deposit of €120, it will go back into your bank account automatically, okay? ഓക്കെ, താങ്ക് യു. We're finished. See you. Bye. Thank you. Have a good flight. Bye. നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വേറെ പറച്ചിലൊന്നുമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ദേ വിൽ ചാർജ് എക്സ്ട്രാ, അത്രേ ഉള്ളൂ. വേറെ ചെറിയ മൈനർ സ്ക്രാച്ചസ് ഒന്നും പ്രശ്നമില്ല. സോ വി ആർ എൻ്ററിങ് ലർണക്ക ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടുത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട് 1-2 ഉണ്ട്. 2-3 ഉണ്ട്. അതിലൊന്നാണ് ലർണക്ക ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇനി നമ്മുടെ ബാഗ് ഡ്രോപ്പ് ചെയ്യണ്ടേ, അതെവിടെയും തപ്പട്ടെ. നമ്മൾ ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് എങ്ങോട്ടാണ്? ആംസ്റ്റർഡാം. യെസ്, ആംസ്റ്റർഡാമിൽ ചെറിയ പരിപാടിയുണ്ട്. ആംസ്റ്റർഡാമിൽ കഴിഞ്ഞ തവണ പോയപ്പോൾ കാര്യമായിട്ട് ശരിക്കൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു. കാരണം ഒരു രാത്രി അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സോ ശരിക്കും നമുക്കൊന്ന് ആംസ്റ്റർഡാം കാണട്ടെ, തണുപ്പത്ത് വിൻ്ററിൽ. ലെറ്റ്സ് സീ ദാറ്റ്. ഹലോ ഗൈസ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് യൂറോപ്പിൽ ഞാൻ കണ്ട ഏറ്റവും ബെസ്റ്റ് ഒരു ലോഞ്ചിലാണ്. അടിപൊളി ഒരു ലോഞ്ച്, സകല പിന്നെന്താണ് ലോഞ്ചിന് പേര്? കിഡിൽ ലോഞ്ച് എന്ന് പറഞ്ഞാൽ കിഡിൽ ലോഞ്ച്. നമ്മളിവിടെ നിന്ന് ഈസി ജെറ്റിൻ്റെ വിമാനത്തിൽ കയറി ആംസ്റ്റർഡാമിലേക്ക് പോവാണ്. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കിനും ബാഗൊക്കെ ചെക്ക് ചെയ്ത് അകത്ത് കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി ലോഞ്ചിൽ വന്നതാണ്. ലോഞ്ചിൽ വന്നപ്പോഴത്തേക്കിനും നല്ല കിഡിലൻ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ കിഡിലൻ ആംബിയൻസ്, ഭയങ്കര സ്പേഷ്യസ് ലോഞ്ച്. ലോഞ്ചിനകത്തിരുന്ന് നമുക്ക് വിമാനങ്ങളൊക്കെ കാണാം. പിന്നെ പുറത്ത് ഒരു ഔട്ട്ഡോർ സ്മോക്കിംഗ് ഏരിയ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സ്ഥലങ്ങളും പിന്നെ അവർക്ക് വീഡിയോസ് കാണാൻ വേണ്ടി ഒരു ഐപാഡ് സ്ക്രീൻസും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം. ടി വിയിലൊക്കെ കുട്ടികൾക്ക് വീഡിയോസ് കാണിക്കുന്നത്. സാധാരണ കിഡ്സിന് പല ലോഞ്ചുകളിലും സെപ്പറേറ്റ് ഏരിയാസ് ഉണ്ടാവാറില്ല, കുറവാണ്. പക്ഷേ ഇവിടെ അത് കണ്ടു. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഫുഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിങ്ക്സിന് വേറെ അതുണ്ട്. പിന്നെ പെയ്ഡായിട്ട് എക്സ്ട്രാ ഡ്രിങ്ക്സ് വാങ്ങിച്ച് കഴിക്കുക അതുണ്ട്. പിന്നെ പലതരത്തിലുള്ള സലാഡ് ബാർസ്, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ കുറേ ടൈപ്പ് ഫുഡ്, എന്തൊക്കെയോ തരത്തിലുള്ള ഫുഡ്, ജ്യൂസ്, ആൽക്കഹോള്, നോൺ ആൽക്കഹോള്, അങ്ങനെ അടിപൊളി കിഡിലൻ ഒരു ലോഞ്ച്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഇവിടുത്തെ കസേരകളാണെങ്കിലും പിന്നെ ഇവിടെ വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ ഓരോ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണെങ്കിലും ഇറ്റ്സ് റിയലി നൈസ്. എന്തോ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ലോഞ്ചിന്. ചെറിയ ചേച്ചിയുടെ വീട്ടിൽ എങ്ങനെയാണോ അതേപോലെയൊക്കെ തന്നെയാണ് ഈ ലോഞ്ചും. എന്തായാലും വി മിസ് യു ചെറിയ ചേച്ചി. സോ ഇറ്റ് വാസ് നൈസ്. അപ്പോൾ ലെറ്റ്സ് ഹാവ് സം ഫുഡ്. ഇത് കണ്ടോ, AI സെൽഫി സ്റ്റേഷൻ. എന്നാ പരിപാടി? AI സെൽഫി സ്റ്റേഷൻ. ക്രിയേറ്റ് യുവർ AI മൊമെൻറ്റോ ആൻഡ് ടേക്ക് എ ഫോട്ടോ. എന്നാ പരിപാടിയാ? സെൽഫി എടുക്കാം നമുക്ക് ബീച്ചിൽ ഇങ്ങനെ നിൽക്കുന്നാലേ വേണ്ട. ബീച്ചിൽ നിൽക്കുന്ന സെൽഫി എടുക്കാം. മിത്തോളജി. പിന്നെ ഒരാളേ ഉള്ളൂ. കൊള്ളാമല്ലോ പരിപാടി. യെസ്, നെക്സ്റ്റ്. എന്തൊക്കെ പരിപാടിയല്ലേ. കാശ് ചോദിക്കുമോ അറിയില്ലല്ലോ. AI maximum 2 people for better blah 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 adding the magic get your mobile ready to keep photo. മൊബൈലിൽ കിട്ടുമോ ഫോട്ടോ? ഇത് ChatGPTയുടെ ബേസിക് വേർഷൻ ആണെന്ന് തോന്നുന്നു. ഭയങ്കര സ്ലോ ആണല്ലോ. പെട്ടെന്ന് വരുമോ? അത് ശരി. ഇത് സ്കാൻ ചെയ്യണം. ഇത് സ്കാൻ ചെയ്താലേ കിട്ടുള്ളൂ. അതെ, എൻ്റെ ഫോട്ടോ വാങ്ങിക്കേ. ഇത് ഞാനൊന്നും അല്ല ഗൈസ്, ഇത് വേറെ ആരോ. ഇതെന്തോ ഇത്? ആ ഫോട്ടോ വൻ കോമഡി ആയിരുന്നു കേട്ടോ. അടിപൊളി ഫോട്ടോ അല്ലായിരുന്നോ? അതെൻ്റെ മുഖം മൊത്തത്തിൽ മാറ്റി കളഞ്ഞവരെ. അടിപൊളി എയർപോർട്ടാണ് കേട്ടോ. ഇഷ്ടംപോലെ ഡ്യൂട്ടി ഫ്രീ സ്റ്റോറുകളും പിന്നെ കുറേ എന്തൊക്കെയോ കടകളും റെസ്റ്റോറൻറ്റുകളും അതും പരിപാടികളൊക്കെ ഉണ്ട്. ഇത് കണ്ടു, ഇതെന്താണ്? ക്യാൻഡി ബോട്ട്. ക്യാൻഡീസ് എടുത്ത് തരുന്ന റോബോട്ട്. പക്ഷേ റോബോട്ട് പണിമുടക്കി കിടക്കുവാണ്, ഔട്ട് ഓഫ് ഓർഡർ. അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാമിലേക്കുള്ള ഈസി ജെറ്റിൻ്റെ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് ഇവിടെ വന്ന് ബോർഡിങ് ചെയ്തിട്ട് ഇവർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഫ്ലൈറ്റ് റെഡി ആവുന്നേ ഉണ്ടാവുള്ളായിരിക്കും. അവിടെ അപ്പുറത്ത് ഇസ്രായേലിലേക്ക് പോകുന്നൊരു ഫ്ലൈറ്റ് ഉണ്ട്. സൈപ്രസ് എയർലൈൻസിൻ്റെ ടെലവീവിലേക്ക് പോകുന്നൊരു ഫ്ലൈറ്റ് ആൾക്കാർ ബോർഡ് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഇസ്രായേലിലേക്ക് ധാരാളം ഫ്ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ വന്നിട്ട് ആൾക്കാർ വിമാനത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് കയറി വരുന്നതേ ഉള്ളൂ. അതാണ് നമ്മളിവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. നമ്മളെ എയറോ ബ്രിഡ്ജിലൂടെ നടന്ന് താഴെ ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി പോയിട്ട് വിമാനത്തിൽ പോയി കയറ്റും. അങ്ങനെയാണ് ഇവരുടെ പരിപാടി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും അറിയാലോ കേട്ടോ. എന്നാൽ പിന്നെ ഇവർക്ക് ഈ വിമാനം ഇതിലോട്ട് കണക്ട് ചെയ്ത് വെച്ചൂടെ? എനിക്കറിയത്തില്ല എന്താ സംഭവം എന്നുള്ളത്. ഈ ബഡ്ജറ്റ് എയർലൈൻസിന് സ്ഥിരം പരിപാടിയായത്. ആൾക്കാർ ഈ സ്റ്റെപ്പെല്ലാം കൂടെ ഇറക്കി വേണം കൊണ്ടുപോകാൻ. കണ്ടോ, ഇത് കണ്ടില്ലേ? യൂറോപ്പിൽ സ്ഥിരം പരിപാടിയായത്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും എല്ലാം. ഈസി ജെറ്റ് ശരിക്കും UK ബേസ്ഡ് ആയിട്ടാണെന്ന് തോന്നുന്നു ഓപ്പറേറ്റ് ചെയ്യുന്നത്. UK ബേസ്ഡ് ആയിട്ടുള്ളൊരു എയർലൈനാണ് ഈസി ജെറ്റ്. അവരുടെയാണ് ഈ ഫ്ലൈറ്റ്. അതാണ് സൈപ്രസ് എയർവേസ്, ഇവരുടെ നാഷണൽ കരിയറാണ്. അതിവിടെ നിന്ന് ഇസ്രായേലിലെ ടെല്ലവീവിലേക്ക് പോകും.
ഇത് നമുക്കുള്ള ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ വിമാനത്തിൽ കയറിയിരിക്കുന്നു. ഇവിടെ നിന്ന് 4-4.5 മണിക്കൂർ ഫ്ലൈ ഉണ്ട് നമുക്ക് പോകാനായിട്ട് ആംസ്റ്റർഡാമിലേക്ക്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് റോ ബുക്ക് ചെയ്തിരുന്നു. ആൻഡ് ഐ തിങ്ക് വി പെയ്ഡ് ഓൾമോസ്റ്റ് 25 or 30 euros ഫോർ ദിസ് സീറ്റ്. കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടല്ലേ, കാലം നിർത്തി വയ്ക്കാം. പിന്നെ ഇവിടെ ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ചെറുതാണ്. ഇത് ഈസി ജെറ്റിൻ്റെ വിമാനത്തിൽ മൊത്തം ഈ സാധനം ചെറുതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറുതും ഇവിടെ ഇങ്ങനെ വലുതും, അതാണ് പ്രശ്നം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ തട്ടി മാറ്റി അടി ഉണ്ടാക്കി ആരോഗ്യമുള്ളവർക്ക് നിൽക്കാം അല്ലേ? ആരോഗ്യമുള്ളവർക്ക് പിടിച്ചിരിക്കണം. സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ആണ്ടാ, അടിപൊളി. നമ്മൾ എത്തുമ്പോഴത്തേക്കും മിക്കവാറും ഇരുട്ടും. ശരിക്കൊരു 4 മണിക്കൂറോളം ഫ്ലൈ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഇരുന്ന് മറ്റേ ഡൽഹി ക്രൈം സീരീസ് കാണുമായിരുന്നു. നിങ്ങൾ എന്തൊക്കെയോ ഉണ്ട്, നിങ്ങൾ കുറച്ച് ഉറങ്ങി. ഞാൻ 1 മിനിറ്റ് ഉറങ്ങിയില്ല. അങ്ങനെ ആടി നമ്മൾ ആംസ്റ്റർഡാം നഗരത്തിലെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഭയങ്കര സ്പീഡാ. അയ്യോ, പേടിച്ച പോലെ അടിപൊളി സ്മൂത്ത്. നമ്മൾ ആടി വന്നപ്പോൾ പേടിച്ച്, പക്ഷെ നല്ല സ്മൂത്ത് ലാൻഡ് ചെയ്യായിരുന്നു. കൈയൊക്കെ കൊട്ടുന്ന ആൾക്കാർ നല്ല സ്മൂത്തായിരുന്നു. കഴിച്ചത് എവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത് നോക്കി. ഞാൻ വിചാരിച്ച ആ വിമാനം കൊണ്ട് അവിടെ ഇടിപ്പിക്കുമെന്നോ, അത്രയ്ക്ക് അടുപ്പിച്ചാണ് കൊണ്ടിട്ടിരിക്കുന്നത്. കണ്ടോ, നമ്മൾ ഇറങ്ങി എയറോ ബ്രിഡ്ജൊന്നും വേണ്ട, ഇത് ബഡ്ജറ്റ് എയർലൈൻസിൻ്റെ സ്ഥലമാണ്. നമ്മൾ ഇറങ്ങി നേരെ ആ കാണുന്ന ഗേറ്റിലൂടെ അകത്തോട്ട് കയറി പോകും. അതാണ് സംഭവം. സോ ഫൈനലി വി റീച്ച്ഡ് ആംസ്റ്റർഡാം. ഒടുക്കത്തെ തണുപ്പ്. വേഗം കയറിക്കോ. ഇവിടെ ഈ കണ്ട സ്റ്റെപ്പ് മൊത്തം വലിഞ്ഞ് കയറണം. ഈ ഫ്ലൈറ്റ് വരുന്ന ആൾക്കാരില്ല, ജാക്കറ്റ് ഇല്ലാതെ ആംസ്റ്റർഡാമിൽ വന്ന് ഇറങ്ങിയ ഞങ്ങൾ. അന്നേരം ഞാൻ പറഞ്ഞതാ കൈ വെക്കാമെന്ന്. നിങ്ങളല്ല പറഞ്ഞ പെട്ടിക്കകത്ത് വെക്കാൻ. ഇവിടെ മിക്കവാറും പണിയാവും കേട്ടോ, ഇമിഗ്രേഷൻ. നല്ല തിരക്കാൻ തോന്നുന്നു. പുറത്ത് -7-8 കണ്ട. നല്ല തിരക്കും. മിക്കവാറും ഇമിഗ്രേഷനിൽ കട്ട പോസ്റ്റ് ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ആരെയും വിളിക്കുന്നു. ദൈവമേ, നടന്ന് അടപ്പ് കറിക്കും. കാരണം നമ്മൾ ബഡ്ജറ്റ് എയർലൈൻ ആയതുകൊണ്ട് ഏതോ ഒരു മൂലയ്ക്ക്, എയർപോർട്ടിൻ്റെ ഒരു മൂലയ്ക്കാണ് കൊണ്ടിട്ടേക്കുന്നത്. ഇതിനകത്ത് എയർപോർട്ടിനകത്ത് വരെ തണുക്കുന്നത്. ജാക്കറ്റ് ഇല്ലാണ്ട് വല്ല അബദ്ധമായി കേട്ടോ. വെൽക്കം ടു ആംസ്റ്റർഡാം. ഞാൻ ആദ്യമായിട്ടാണ് ആംസ്റ്റർഡാം എയർപോർട്ടിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് ഇതൊരു എയർപോർട്ടിൽ പോയിട്ടില്ലല്ലോ. ദിസ് പ്ലേസ് ഈസ് സോ ബിഗ്. വലിയ എയർപോർട്ട്. പെട്ടി കിട്ടി. ഈ സാറ് ലണ്ടനിൽ നിന്നൊരു ബോട്ടിൽ പ്രോട്ടീൻ പൗഡറൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ 1 മാസമായി. ആ 1 കിലോ എന്നുള്ളത് 1 ഗ്രാം പോലും അതിൽ നിന്ന് കുറഞ്ഞിട്ടില്ല. അത് അതേപോലെ ഉണ്ട്. മിണ്ടരുത്, പ്രോട്ടീൻ പൗഡറൊക്കെ ആയിട്ട് നടക്കുക. സോ വെൽക്കം ടു ആംസ്റ്റർഡാം. ഹായ് മാത്യു. അടിപൊളി. എന്താ എനർജി. യെസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വന്നു. ഞങ്ങൾക്ക് ഇമിഗ്രേഷൻ ഉണ്ടായിരുന്നു. ഇമിഗ്രേഷനിൽ ഭയങ്കര തിരക്കായിരിക്കും എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇറങ്ങി വന്നു. കാരണം നമ്മളെ വിമാനം ഇറങ്ങിക്കഴിഞ്ഞാൽ ഓടിപ്പോണം ഇമിഗ്രേഷനിലേക്ക്. ഓടിപ്പോയില്ലെങ്കിൽ തിരക്ക് വരും. അപ്പോൾ അങ്ങനെ തിരക്കില്ലായിരുന്നു. ഞങ്ങൾ പുറത്തിറങ്ങി വന്നു, ബാഗ് കളക്ട് ചെയ്ത്. ആൻഡ് മാത്യു ഹാസ് കം ടു പിക്ക് us. ആൻഡ് നൗ വി ആർ ഗോയിങ് എങ്ങോട്ടാ? ഹോട്ടൽ. ആണല്ലോ, ഹോട്ടൽ. അത് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റ്, പിന്നെ ഫുഡ് അടി, പിന്നെ അങ്ങനെ